ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രകാന്തത്തിൽ എല്ലാവരും രാത്രിയിലിരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ആ സമയത്ത് അച്ചുവും രുക്കുവും അമ്പാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുന്നുണ്ട്. അച്ചു ആണെങ്കിൽ തൻ്റെ ചേച്ചി അർച്ചനയെ കഴുത്തിന് പിടിച്ച ചന്ദ്രയെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് രുക്കുവിനോട് അച്ചു പറയുന്നുണ്ട്, രുക്കു നീ കുറച്ച് കുടിക്കാൻ വെള്ളമൊഴിക്കുക എന്ന് പറയാണ്. രുക്കു അപ്പം തന്നെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുടിക്കുക എന്ന് പറയുമ്പോൾ അച്ചു വേഗം തന്നെ ആ വെള്ളം എടുത്ത് കുടിക്കാനായി പോവുകയാണ്. എന്നാൽ ആ വെള്ളം നല്ല ചൂടുള്ളതായിരിക്കും. അച്ചു അപ്പം തന്നെ രുക്കുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതെന്താടി നിന്നോട് തണുത്ത വെള്ളം ചോദിച്ചപ്പോൾ നീ ചൂടുവെള്ളമാണോ തന്നതെന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, നീ അതിന് വെള്ളം വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ, തണുത്ത വെള്ളം വേണമെന്ന് പറഞ്ഞില്ലല്ലോ. എന്നങ്ങനെ രുക്കു തിരിച്ചു ചോദിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു, നീ കേൾക്കാത്തത് എന്റെ കുറ്റമാണോ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഇല്ല, നീ അങ്ങനെ തണുത്ത വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടില്ല. അതെന്തിനാ കള്ളം പറയുന്ന അച്ചു എന്ന് രുക്കു അങ്ങനെ പറയാണ്. എന്നാൽ അച്ചു ദേഷ്യത്തോടെ നിന്റെ ഒരു വെള്ളം എടുത്തോണ്ട് പോടി എന്ന് പറഞ്ഞ് ആ വെള്ളം എടുത്ത് അങ്ങനെ ചന്ദ്രയുടെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. രുക്കുവിന്റെ മുഖത്തേക്കാണെന്ന് പറഞ്ഞ് വേണം വെച്ച് ചന്ദ്രയുടെ മുഖത്തേക്ക് തന്നെയാണ് അച്ചു ഒഴിക്കുന്നത്. ചൂടുവെള്ളം മുഖത്തേക്ക് വീഴുന്നതും പൊള്ളിക്കൊണ്ട് ചന്ദ്ര വേഗം എഴുന്നേറ്റുപോയി മുഖം കഴുകുന്നുണ്ട്. അപ്പോഴേക്കും അച്ചു അങ്ങോട്ടേക്ക് വന്ന് ചന്ദ്രയെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. ദീപ്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചു അപ്പോൾ ഓർക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ദേഷ്യത്തോടെ അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്റെ മുഖത്ത് ചൂടുവെള്ളം ഒഴിച്ചില്ലേ, ഇത് നീ വേണം വെച്ച് ചെയ്തതല്ലേ എന്നങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, സോറി ചേച്ചി, അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറയാണ്. എന്നാൽ രുക്കു ആണെങ്കിൽ അത് വിടാനുള്ള ഉദ്ദേശമില്ല. രുക്കു പറയുന്നുണ്ട്, അച്ചു നീ ചന്ദ്രേച്ചിയുടെ മുഖത്ത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു സോറി പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. അച്ചു അപ്പോൾ രുക്കുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം ചന്ദ്രേച്ചി, ആ സമയത്ത് നിന്റെ ഭാര്യയോടുള്ള ദേഷ്യത്തിന് അവളുടെ മുഖത്തേക്കാണ് വെള്ളം ഒഴിച്ചത്, നേരെ ചേച്ചിയുടെ മുഖത്തേക്ക് വീഴുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് അച്ചു അങ്ങനെ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഇത് അറിയാതെ സംഭവിച്ചതല്ല അച്ചു, നീ ചെയ്തത് വളരെ മോശമായ ഒരു പ്രവൃത്തിയായി പോയി. ആ ചൂടുവെള്ളം നീ എന്റെ മുഖത്തേക്കല്ലേ ഒഴിക്കാൻ നോക്കിയത്, ഒക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോടാ എന്നെല്ലാം രുക്കു അങ്ങനെ പറയുമ്പോൾ വിമല പറയുന്നുണ്ട്, രുക്കു ഇനി അത് വിട്ടേക്ക്, അച്ചുവിന് അറിയാതെ അബദ്ധം പറ്റിയതല്ലേ, ഒരു ബഹളത്തിനൊന്നും നിൽക്കണ്ട, അച്ചു സോറി പറഞ്ഞല്ലോ, യാതൊരു പ്രശ്നമാക്കണോ എന്ന് വിമല അങ്ങനെ പറയുമ്പോൾ രുക്കു ചോദിക്കുന്നുണ്ട്, വിമലേച്ചിയുടെ മുഖത്തേക്കല്ലോ അച്ചു ചൂടുവെള്ളം ഒഴിച്ചത്. വിമലേച്ചി അപ്പം മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, എല്ലാവരും കണ്ടതല്ലേ എന്താണ് നടന്നതെന്ന്, ഇനി അതിനെക്കുറിച്ച് പറയണ്ട എന്ന് പറയുമ്പോൾ അച്ചു ചന്ദ്രയോട് പറയുന്നുണ്ട്, പറ്റിപ്പോയി ചേച്ചി, സോറി എന്ന് പറഞ്ഞ് അച്ചു അങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. അപ്പൊ തന്നെ വിമലയും രുക്കും അവിടെ നിന്നും പോകുന്നുണ്ട്. വിജയ് ശങ്കർ എന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രയെ ചൂടുവെള്ളം വീണതിന്റെ അസ്വസ്ഥത മാറിയോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്, ഇപ്പോഴാണോ നിങ്ങൾ ഇത് അന്വേഷിക്കുന്നത്, മുന്നിൽ വെച്ചിട്ടല്ലേ അവൻ എന്റെ മുഖത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചത്, നിങ്ങളത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നല്ലോ, നിങ്ങൾ അപ്പോ എനിക്കിത് സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ലേ, എന്തൊരു ഭർത്താവാണ്, ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവും ഇല്ലാത്തൊരു ഭർത്താവ്, ഇനി ആയിപ്പോയല്ലോ എന്റെ ഭർത്താവ് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം അർച്ചനയാണെങ്കിൽ ഹാളിൽ അങ്ങനെ നടന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മുകുന്ദൻ വരുന്നത്. ഈ സന്തോഷത്തോടെ മുകുന്ദൻ വന്ന് അർച്ചനയോട് പറയുന്നുണ്ട്, ചേച്ചി അച്ചു പോലീസ് ഇൻസ്പെക്ടർ ആയതോടെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എന്ന് മുകുന്ദൻ പറയുമ്പോൾ അങ്ങോട്ടേക്ക് ചിന്നുവും മഞ്ജുവും വരുന്നുണ്ട്. ചിന്നു ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, അത് ശരിയാണമ്മേ, എന്റെ കോളേജിനടുത്ത് ഇപ്പൊ പൂവാല ശല്യമൊന്നുമില്ല, ഇൻസ്പെക്ടറെ എല്ലാവർക്കും ഒരു പേടിയുണ്ട് എന്ന് ചിന്നു പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ഈയിടയ്ക്ക് നമ്മുടെ നാട്ടിലുള്ള മയക്കുമരുന്ന് റാക്കറ്റ്സിനെ അച്ചു പിടിച്ചു, ഈ സ്റ്റേഷന്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്, സ്ത്രീകൾക്കെല്ലാം ഇപ്പൊ ഏത് നേരത്തെ വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറി പരാതി കൊടുക്കാവുന്ന സിറ്റുവേഷൻ ആണ്, സ്ത്രീകൾക്കിടയിലെല്ലാം നമ്മുടെ അച്ചു ചെറിയൊരു ഹീറോ ആയിട്ടുണ്ടെന്ന് മുകുന്ദൻ അങ്ങനെ പറയുമ്പോൾ അർച്ചനയ്ക്ക് ഇതെല്ലാം കേട്ട് സന്തോഷാവുന്നുണ്ട്. അച്ഛൻ എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനൊരു പോലീസ് ഓഫീസർ ആവണമെന്ന് പറഞ്ഞു കേൾക്കാനാണ് ഞാനും ആഗ്രഹിച്ചത്, അതുപോലെ എല്ലാവരും ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം, നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവനെ കുറിച്ച് നല്ലത് കേൾക്കണം ഉള്ളൂ എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ മഞ്ജു ഇടങ്കോലിട്ടുകൊണ്ട് പറയുന്നുണ്ട്, അല്ല ചേച്ചി, ഇങ്ങനെയെല്ലാം ചെയ്തു തുടങ്ങിയാൽ അവന് ശത്രുക്കൾ ഉണ്ടാവില്ലേ, പത്രങ്ങളിലെല്ലാം വായിച്ചാൽ പോലീസുകാരുടെ പണി അത്ര സുരക്ഷിതമല്ലെന്ന് തോന്നും, ഇടയ്ക്ക് ഞാൻ പത്രത്തിൽ കണ്ടിരുന്നു, മണ്ണ് മാഫിയക്കാര് പോലീസുകാരന്റെ വീട്ടിൽ കയറി പോലീസുകാരനെ വെട്ടി, ഞാഴ്ച ഞാൻ കണ്ടതാണ്, മയക്കുമരുന്ന് മാഫിയയുടെ പേരിൽ ഒരു പോലീസുകാരനെ അവരില്ലാതാക്കി എല്ലാം മഞ്ജു അങ്ങനെ പറയുമ്പോൾ ചിന്നു പേടിച്ചുകൊണ്ട് അമ്മയും മുകുന്ദൻ മാമ നമ്മുടെ കുഞ്ഞമ്മാവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇതിനപ്പ പറയുന്നുണ്ട്, അവനൊന്നും സംഭവിക്കല മോളെ, അങ്ങനെ അവൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ചോദിക്കാൻ നമ്മളൊക്കെ ഇല്ലേ എന്നങ്ങനെ മുകുന്ദൻ പറയുകയാണ്. വീണ്ടും മഞ്ജു അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ എടുത്തെടുത്ത്
പറയുകയാണ്. അർച്ചന ഇപ്പോൾ മഞ്ജുവിനോട് പറയുന്നുണ്ട്, മതി മഞ്ജു നിർത്ത്, കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ചുറ്റും ശത്രുക്കളുണ്ടായെന്ന് വരാം. നല്ല പോലീസ് ഓഫീസർ ആവാൻ മാത്രമല്ല ഞാൻ അച്ചുവിനെ പഠിപ്പിച്ചത്, അതിൽപ്പെട്ടാൽ സ്വയം രക്ഷപ്പെടാനും ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. കുന്ത നീ വായോ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാമെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. കൂടെ തന്നെ മുകുന്ദനും ചിന്നുവും പോകുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ ഇതൊന്നും കേട്ട് അത്ര ഇഷ്ടപ്പെടാതെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് വിജയശങ്കർ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അച്ചുവും രുക്കും അമ്പാട്ട് വീട്ടിലേക്ക് പോകുന്നതോടെ അർച്ചനയുടെയും ജെകെയുടെയും കാര്യത്തിൽ എന്തായാലും ഒരു ലോക്ക് വീഴും. ജെകെ അവിടെ താമസിക്കുമ്പോൾ അർച്ചനയുടെ കാര്യത്തിൽ ഒരു ലോക്ക് വീഴാൻ രുക്കു അവിടെ വേണം എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് അങ്ങനെ വിജയശങ്കർ ഇരിക്കുകയാണ്. അപ്പോഴാണ് റൂമിലേക്ക് ആപ്പിളുമായി ചന്ദ്ര വരുന്നത്. ചന്ദ്ര ഇങ്ങനെ ആപ്പിൾ മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയശങ്കർ അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇതെന്താ പതിവില്ലാതെ രാത്രി ആപ്പിളും കത്തിയൊക്കെ ആയിട്ട് നീ വരുന്നത്, ഇതൊന്നും പതിവില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര കൊള്ളിച്ചുകൊണ്ട് വിജയശങ്കറിനോട് പറയുന്നുണ്ട്, പതിവില്ലാത്ത പലതുമല്ലേ ഇവിടെ നടക്കുന്നത്. ഇവന് വിപരീതമായി ചിലരുടെ സ്വഭാവത്തിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. ഈ കത്തി കണ്ട് നിങ്ങൾ പേടിച്ചതുപോലെയുണ്ടല്ലോ, ഈ കത്തി കൊണ്ട് ആപ്പിൾ മുറിക്കാൻ മാത്രമല്ല മറ്റു പലതും ചെയ്യാനായി കഴിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ എടുത്ത് കഴിക്കാം, വേണോ എന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട എന്ന് പറയാണ്. ചന്ദ്ര അപ്പൊ തന്നെ ഒരു ആപ്പിൾ കട്ട് ചെയ്തുകൊണ്ട് അതെടുത്ത് മുഖത്തങ്ങനെ വെക്കുകയാണ്. വിജയശങ്കർ അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്റെ മുഖത്ത് ചൂടുവെള്ളം വീണതിന്റെ അസ്വസ്ഥത ഇനിയും മാറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്റെ അസ്വസ്ഥതകൾ അറിയാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കാറില്ലല്ലോ, എന്തിനാണ് ഞാനിപ്പോ ഇതെല്ലാം പറയുന്നത്, എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങളുടെ മനസ്സ് മറ്റു ചിലരുടെ പിന്നാലെയല്ലേ, എന്താ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലേ, നിങ്ങൾ എന്താ ഉറങ്ങുന്നില്ലേ എന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുകയാണ്. വിജയശങ്കർ ഇപ്പൊ പറയുന്നുണ്ട്, ഇല്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാം, ഉറക്കം വരുന്നില്ലെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അങ്ങനെ ഉറക്കം വരും, നിങ്ങളുടെ മനസ്സ് നിറയെ അർച്ചനയെ കുറിച്ചുള്ള ഉത്കണ്ഠയല്ലേ, അവളുടെ കാര്യം പറയുമ്പോഴേക്കും നിങ്ങൾക്ക് കൊളുത്തിയല്ലേ, കാര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യമില്ലേ, ആ താല്പര്യം ഞാൻ കുറച്ചു നേരത്തെ കണ്ടതാണ്. വിനയ രുക്കുവിനെയും നിങ്ങൾ അമ്പാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് എന്തിനാണ്, അച്ഛനെ സുഖിപ്പിക്കാനല്ലേ, അവളുടെ മുന്നിൽ നിങ്ങൾക്ക് നല്ല കുഞ്ഞാവണം, നിങ്ങളൊരു വിശാല ഹൃദയമുള്ളവനാണെന്ന് അവളെ ബോധ്യപ്പെടുത്തണം, നിങ്ങളുടെ മുന്നിൽ ആളാവാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ചില നാടകങ്ങളെല്ലാം കളിച്ചു, ഇവിടെ ഇപ്പോൾ ആരില്ലാത്തത് നന്നായി, കോച്ചിങ് സെന്ററിൽ പഠിക്കാൻ പോയില്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തിപ്പോ അവൾ കാർ തുപ്പിയേനെ. അങ്ങനെ ചന്ദ്ര ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്. ഇതെല്ലാം കേട്ട് വിജയശങ്കറിനും ദേഷ്യം വരുന്നുണ്ട്. നിർത്തടി, ഈ കുറെ നേരമായല്ലോ സംസാരിക്കുന്നു, അത് കേട്ടിരിക്കുന്നത് എന്റെ ബലഹീനതയായി നീ കാണരുത്. അങ്ങനെ വിജയശങ്കർ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങളുടെ ബലഹീനത എന്താണെന്ന് എനിക്കറിയാം, അർച്ചനയാണ് നിങ്ങളുടെ ബലഹീനത, നിങ്ങൾ എന്നോട് പറയുന്നതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല, നിങ്ങളുടെ ആക്രോശമൊന്നും എന്നോട് വേണ്ട, ഇതെല്ലാം ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ വലിയ വക്കീലൊക്കെ ആയിരിക്കും, പക്ഷേ ഈ വീട്ടിനകത്ത് നിങ്ങൾ ചന്ദ്രയുടെ ഭർത്താവ് മാത്രമാണ്, ഭർത്താവ് എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, പറയുന്നത് കേട്ട് നിങ്ങൾ ജീവിച്ചോളണമെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ ദേഷ്യപ്പെട്ട് ബെഡിൽ നിന്ന് വിജയശങ്കർ അങ്ങനെ എഴുന്നേൽക്കുകയാണ്. നിർത്തടി നിന്നെ ഞാനെന്ന് വിജയശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര വേഗം തന്നെ അടുത്തുള്ള ആപ്പിൾ മുറിച്ചു വെച്ച കത്തിയെടുക്കുകയാണ്. കാണിച്ച് ചന്ദ്ര അങ്ങനെ വിജയശങ്കറിനെ പേടിപ്പിക്കുന്നുണ്ട്. തൊട്ടു പോകരുത് എന്നെ, കൽപ്പിച്ചു നിൽക്കുന്ന ജീവിതമാണ് ഇപ്പൊ എന്റെ, നിങ്ങളിപ്പോ മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയുണ്ടാക്കരുത് അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ വിജയശങ്കർ ആണെങ്കിൽ കത്തി ചൂണ്ടിക്കാണിച്ചതിൽ ആകെ പേടിച്ചു വിറച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ രുക്കുവാണെങ്കിൽ ആകെ അസ്വസ്ഥതയുടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അച്ചു ജോലിക്ക് പോവാനായി വരുന്നത്. എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങുകയാണ്, അല്ല ഇവിടെ സംസാരിച്ച കാര്യം എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ രുക്കു ചോദിക്കുന്നുണ്ട്, എന്ത് സംസാരിച്ച കാര്യം എന്ന് ചോദിക്കുമ്പോൾ അച്ചു തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്, വീട്ടിലേക്ക് നീ വരുന്നതിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചതെന്ന് അച്ചു അങ്ങനെ പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, അച്ചു ഞാൻ എന്തായാലും അമ്പാട്ടിലേക്ക് വരുന്നില്ല, അവിടെ പോയി താമസിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നീ പോയി താമസിച്ചോ, എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ല, തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് രുക്കു അങ്ങനെ പറയാണ്. അപ്പോഴേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് വിജയശങ്കർ വരികയാണ്. വിജയശങ്കർ എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, രുക്കു ഇതെല്ലാം ഒറ്റയടിക്ക് പറയേണ്ട തീരുമാനമാണോ, ആലോചിച്ച് തീരുമാനിക്കേണ്ടതല്ലേ, ഞാൻ ആരാണ്, നിന്റെ ഭർത്താവല്ലേ, ഭർത്താവ് എങ്ങോട്ടേക്ക് വിളിച്ചാലും ഭാര്യ കൂടെ പോയി താമസിക്കണം. അങ്ങനെ വിജയശങ്കർ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, വേറെ എവിടെ പോയി താമസിച്ചാലും അമ്പാട്ടിലേക്ക് ഞാൻ പോവില്ല ഏട്ടാ, ആരും അതിന് നിർബന്ധിക്കരുത്, ഞാനും ചന്ദ്രാന്തത്ത് താമസിക്കുന്നത് ഏട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് താമസം മാറ്റിയേക്കാം, നിന്നും മാറി താമസിക്കുകയാണെങ്കിൽ വാടക വീട്ടിലേക്ക് മാത്രമേ ഞാൻ പോവുള്ളൂ, അമ്പാട്ടിലേക്ക് ഞാൻ വരില്ല. അങ്ങനെ രുക്കു പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അങ്ങനെ നിനക്ക് അമ്പാട്ടിലേക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ നിന്റെ വാശിയോടെ നീ ഇവിടെ തന്നെ ജീവിച്ചോ, ഞാൻ അമ്പാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ടോ, ഓ നീ അപ്പം അമ്പാട്ടിലേക്ക് പോവുകയാണോ, നീ പോയാൽ എന്റെ മരണ വാർത്ത നീ കേൾക്കും, എന്തു ചെയ്യുമെന്ന് നിനക്കറിയാലോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കും. അങ്ങനെ രുക്കു പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, നിന്റെ പഴയ ഭീഷണിയൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട, ഞാൻ പേടിക്കാനൊന്നും പോകുന്നില്ല, കെട്ടിത്തൂങ്ങി ചത്താൽ ഞാൻ വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കും,
അത്രയുള്ളൂ, അതിനപ്പുറം നിന്റെ ഭീഷണിക്ക് ആയുസുണ്ടാവില്ല. ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോൾ ഇതിനൊരു തീരുമാനമുണ്ടായിരിക്കണം. തിരിക്കാൻ എനിക്ക് സമയമുണ്ടാവില്ലെന്നും പറഞ്ഞ് അച്ചു അങ്ങനെ പോവുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് പച്ചക്കറിയും കത്തിയുമായി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു കൊണ്ട് പച്ചക്കറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. രുക്കു അപ്പോ വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ഏട്ടാ ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഏട്ടനാണോ ഇപ്പൊ എന്നെ പ്രതിസന്ധിയിലാക്കിയത്? ആദ്യമേ ഇതൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ്. എന്തിനാണ് വീണ്ടും ഏട്ടൻ എന്നെ ബലിയാടാക്കിയത് എന്നങ്ങനെ രുക്കു ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, രുക്കു നിന്നെ ഞാൻ ബലിയാടാക്കിയതല്ല, നിന്നെ പ്രതിസന്ധിയിലാക്കിയതുമല്ല. നീ പറഞ്ഞതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നീ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് വിജയ് ശങ്കർ അങ്ങനെ രുക്കുവിനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും ചന്ദ്രയെ അവിടെ കാണുകയാണ്. ചന്ദ്രയാണെങ്കിൽ തന്റെ കയ്യിലുള്ള കത്തിയെടുത്ത് വിജയ് ശങ്കറിനെ കാണിച്ച് അങ്ങനെ പേടിപ്പിക്കുന്നുണ്ട്. ഇത് കണ്ട് വിജയ് ശങ്കർ ഒന്നും മിണ്ടാതെ പേടിയോട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര അടുത്തേക്ക് വരുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് വിജയ് ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിർത്തി കളഞ്ഞത്, എന്താണെന്ന് പറയ്, ഞാനും കൂടി എന്താ കാരണമെന്ന് കേൾക്കട്ടെ എന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോവുകയാണ്. ചന്ദ്ര എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, ഞാൻ എല്ലാം കേട്ടു, നീ നിന്റെ ഏട്ടന്റെ വാക്കും കേട്ട് അച്ചുവിന്റെ കൂടെ അമ്പാട്ടിലേക്ക് പോയാലേ മുതൽ നിന്റെ കഷ്ടകാലം തുടങ്ങും എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഏട്ടൻ എന്തിനാണ് ഇങ്ങനെല്ലാം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ എന്താ ചേച്ചി ഇപ്പൊ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിന്റെ ഏട്ടൻ ഇപ്പൊ കുറെ നാളായിട്ട് വട്ടാണ്, എന്തായാലും അമ്പാട്ടിലേക്ക് പോകുന്നില്ലെന്ന സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം. നീ പോവാൻ തയ്യാറാവാതെ വരുമ്പോ അവൻ ഇവിടെ തന്നെ ചുരുണ്ടുകൂടിക്കോളും. നിങ്ങൾ അത്രയൊക്കെ ഉള്ളൂ, അവൻ എന്തായാലും വരട്ടെ, എന്നിട്ട് ആലോചിക്കാമെന്ന് ചന്ദ്ര അങ്ങനെ രുക്കുവിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ രാവിലെ തന്നെ അർച്ചന ഓഫീസിലേക്ക് പോവാൻ റെഡിയായിക്കൊണ്ടിരിക്കുമ്പോ ചിന്നു അങ്ങോട്ടേക്ക് വരികയാണ്. തന്റെ കയ്യിലുള്ള വെള്ളമെടുത്ത് ചിന്നു അർച്ചനയ്ക്ക് കൊടുക്കുകയാണ്. അർച്ചന അത് കുടിച്ചുകൊണ്ട് ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കിന്ന് ക്ലാസ്സില്ലേ എന്ന്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, എനിക്ക് കോളേജ് ഉണ്ടമ്മേ, പക്ഷേ എന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫാണ്. ഞാനിന്ന് ഷാലുവിന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ, ഒരു പ്രൊജക്ട് തയ്യാറാക്കാനുണ്ട്, പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതിനെന്താ പോയിക്കോ, പക്ഷേ നേരത്തെ വരണം, വേണമെങ്കിൽ പോകുന്ന വഴി ഞാൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അത് വേണ്ടമ്മേ, എല്ലാവരും 11 മണിക്ക് എത്തൂ, വെറുതെ ഇപ്പൊ തന്നെ അവിടെ പോയി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, ഞാൻ 11 മണിയാകുമ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കോളാം എന്ന് പറയാണ്. അർച്ചന അപ്പൊ ശരി എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ചിന്നുവിന്റെ ഫോണിലേക്ക് ജെ.കെ വിളിക്കുന്നത്. ചിന്നു ഫോണ് കയ്യിലെടുത്തുകൊണ്ട് അമ്മയെ ജെ.കെ അങ്കിളാണ് വിളിക്കുന്നതെന്ന് പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, അതിനെന്താ, നിന്നേലെ ജെ.കെ അങ്കിള് വിളിച്ചത്, എടുത്ത് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. ചിന്നു എന്നിട്ട് ഫോൺ എടുത്ത് എന്താ അങ്കിളെ എന്ന് ചോദിക്കുകയാണ്. ജെ.കെ അപ്പൊ പറയുന്നുണ്ട്, മോളെ ഞാനിപ്പോ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യത്തിനാണ്, മോളുടെ അമ്മയുണ്ട് അവിടെ, ഫോണൊന്ന് കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. ചിന്നു അപ്പൊ തന്നെ അർച്ചനയോട് ആ കാര്യം പറയുന്നുണ്ട്. അർച്ചന എന്നിട്ട് ഫോൺ വാങ്ങിച്ചുകൊണ്ട് ജെ.കെയോട് സംസാരിക്കുകയാണ്. ജെ.കെ അപ്പൊ പറയുന്നുണ്ട്, വക്കീൽ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ടേക്കൊന്ന് വരണം, വലിയ ടെൻഷൻ ആവൊന്നും വേണ്ട, ഈ വീടിന്റെ ചുമതലക്കാരി ഭവതിയാണല്ലോ, അപ്പൊ പിന്നെ ഭവതിയെ കണ്ട് നേരിട്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കണം, അതിനുവേണ്ടി ഭവതി ഇങ്ങോട്ടേക്ക് നേരിട്ട് വരണമെന്ന് ജെ.കെ അങ്ങനെ പറയുമ്പോൾ അർച്ചന അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, വീടൊഴിഞ്ഞ് താക്കോല് തരാനായിരിക്കും ഇയാൾ വിളിക്കുന്നത് എന്നങ്ങനെ ചിന്തിക്കുകയാണ്. ജെ.കെ അപ്പൊ ചോദിക്കുന്നുണ്ട്, ഭവതി എപ്പോ എത്തുമെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ വരാം എന്നങ്ങനെ പറയാണ്. ജെ.കെ അപ്പൊ പറയുന്നുണ്ട്, ശരി വേഗം വരൂ, എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ അങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഞ്ജു ഇതെല്ലാം വന്ന് കേട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ചിന്നു അപ്പോ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ഇതിനാണ് അമ്മേ ജെ.കെ അങ്കിള് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ചിലപ്പോ വീടൊഴിയണമെന്ന് പറഞ്ഞതല്ലേ, വീടൊഴിഞ്ഞ് താക്കോല് തരാനായിരിക്കും, എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ചിന്നു ചോദിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ ഞാൻ കൂടി വരണോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അത് വേണ്ട മോളെ, ചിലപ്പോ വീടൊഴിഞ്ഞ് താക്കോല് തരുമ്പോ നിനക്കത് കണ്ടു നിൽക്കാനാവില്ല, നിനക്ക് സങ്കടം വരും, അതുകൊണ്ട് ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ ചിന്നുവിനോട് പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും മഞ്ജു അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ചിന്നു ആണെങ്കിൽ ജെ.കെ അങ്കിൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണോ എന്ന് ആലോചിച്ച് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.